ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സോയാ ചങ്ക്സ് റെസിപ്പിയാണ്. ഒരു റോസ്റ്റ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് അതിനൊന്ന് അതിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ കുറച്ച് വലുതായിട്ട് വരും. ഞാൻ എടുത്തത് ചെറുതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് എടുക്കുന്നത് 2 സവാള ഉള്ളിയും 3 തക്കാളിയാണ്. അതിനനുസരിച്ച് നമുക്കൊരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 3-4 ഇതൾ വെളുത്തുള്ളിയും കൂടി എടുക്കുക. അപ്പോൾ 2 തക്കാളി നമുക്ക് പേസ്റ്റാക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ നേരം കൊണ്ട് അതവിടെ വെന്ത് കിട്ടുന്നത് വരെ ഞാനൊരു പാത്രത്തിൽ ചൂടായതിനു ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഈ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് 2 ഏലക്കയും കൂടെ പൊടിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് തക്കാളി പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക. എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് വെന്തിട്ട് വന്ന് സോയാബീൻ ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് 2-3 പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്ത് ലാസ്റ്റ് ഉണ്ടായ ഒരു തക്കാളിയും കൂടെ ഞാനിതിങ്ങനെ ഒരു ലാസ്റ്റാണ് മുറിച്ച് കൊടുത്തത്. അങ്ങനെ അതും കൂടെ മുറിച്ച് കൊടുത്തിട്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് റോസ്റ്റായി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചപ്പാത്തിക്കും ചോറിനും എന്തപ്പത്തിനും എല്ലാത്തിനും കൂട്ടാൻ നല്ലതാണ്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.